ആദ്യമായി പരിശുദ്ധമായ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് വീണ്ടും ഒരു ബലിപെരുന്നാൾ സുദിനം നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഈ ദിവസത്തിന്റെ എല്ലാ പ്രതിഫലങ്ങളും മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ലഭിക്കുന്നവരിൽ നമ്മയും അഹലുകാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ നിഅമത്തുകളും റഹ്മത്തുകളും ബറകാത്തുകളും നമുക്കും നമ്മുടെ അഹലുകാർക്കും ജീവിതത്തിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ കാരണവന്മാർ, മാതാപിതാക്കൾ, കുടുംബാദികൾ അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധമായ ബലിപെരുന്നാൾ നിസ്കാരത്തിനു വേണ്ടിയാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളും കുഞ്ഞുമക്കളും പ്രായമുള്ളവരും യുവാക്കളും സഹോദരങ്ങളും പരിശുദ്ധമായ ഈ ദിവസത്തിലെ ബലിപെരുന്നാൾ നിർവഹിച്ച് ഈ ദിവസത്തിന്റെ മഹത്വം മഗ്ഫിറത്തും നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധമായ അറഫാ സുദിനം ആചരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും കൊണ്ടാടുകയും തൗബ ചെയ്യുകയും ദുആ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് പരിശുദ്ധമായ അറഫയുടെ ഏറ്റവും മഹത്തരമായ മഗ്ഫിറത്ത്, നരകമോചനം ലഭിച്ചതിന്റെ സന്തോഷ സൂചകമായിട്ടാണ് വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ കർമ്മം പരിശുദ്ധമായ ഉദ്ഹിയ്യത്ത് നിർവഹിക്കുക എന്നതാണ്. മാ അമില ആദമിയുൻ മിൻ അമലി യൗമിൻ നഹർ അഹബ്ബു ഇലല്ലാഹ് മിൻ ഇഹ്റാഖിദ് ദം. ഈ ബലിപെരുന്നാൾ സുദിനം മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നന്മകളെക്കാളും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇന്നേ ദിവസം ചെയ്യുന്ന അമൽ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ നാമത്തിൽ പരിശുദ്ധമായ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുക എന്നതാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്നഹാ ലതഅതി യൗമൽ ഖിയാമ ബിഖുറൂനിഹാ വഅശ്ആരിഹാ വഅദ്ലാഫിഹാ. ഇന്നേ ദിവസം നിങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഉദ്ഹിയ്യത്ത് മൃഗത്തിന്റെ അതിന്റെ കൊമ്പുകളോട് കൂടിയും അതിന്റെ രോമകൂപങ്ങളോട് കൂടിയും അതിന്റെ എല്ലുകളോട് കൂടിയും നാളെ ഖിയാമത്ത് നാളിൽ ഹാജരാക്കപ്പെടും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വഇന്ന അദ്ദമ ലയഖഉ മിനല്ലാഹി ബിമകാൻ ഖബല അൻ യഖഅ മിനൽ അർള്. പരിശുദ്ധമായ ഉദ്ഹിയ്യത്ത് മൃഗത്തിന്റെ ആ മൃഗത്തെ അറുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നതോടുകൂടി അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ മഖാമിലേക്ക്, ഉന്നതമായ സ്ഥാനത്തേക്ക് ആ അമലിനെ അല്ലാഹു തആല ഉയർത്തുന്നതാണ്. വടക്കേ ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലെ അതുപോലെ തന്നെ യുപിയിലെ നമ്മുടെ സഹോദരങ്ങൾ ബലിയറുക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളും സ്റ്റേയും അതുപോലെ തന്നെ പലതരത്തിലുള്ള നൂലാമാലകൾ, ബലിമൃഗത്തെ അറുക്കലോടുകൂടി അത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കപ്പെടുകയും കഠിനമായ ശിക്ഷ വരെ നൽകപ്പെടുന്ന ഒരു കുറ്റകൃത്യമായി മാറ്റപ്പെട്ട സാഹചര്യത്തിൽ അവിടെയുള്ള ഒരു മന്ത്രി പറഞ്ഞതുപോലെ, നിങ്ങൾ മുസ്ലിമീങ്ങളുടെ അല്ലാഹുവിനെ ഇത്രയേറെ ജീവജാലങ്ങളെ രക്തം ചിന്തിയാൽ മാത്രമാണോ സംപ്രീതനാവുകയുള്ളൂ, തൃപ്തിപ്പെടുകയുള്ളൂ എന്ന് കളിയാക്കിക്കൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് അയാൾ സംസാരിച്ചെങ്കിൽ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ അറുക്കുന്ന ഉദ്ഹിയ്യത്ത് മൃഗത്തിന്റെ രക്തമോ അതിന്റെ മാംസമോ അതിന്റെ മജ്ജയോ അതിന്റെ എല്ലുകളോ അല്ലാഹുവിലേക്ക് എത്തുന്നില്ല. അല്ലാഹുവിലേക്ക് എത്തുന്നത് നിങ്ങളുടെ തഖ്വയാണ്. ഞാനാണ് നിങ്ങൾക്ക് എല്ലാം നൽകിയത്, സമ്പത്ത് നൽകിയത്, വരുമാനം നൽകിയത്, ആരോഗ്യം നൽകിയത്, ആയുസ് നൽകിയത്, ജീവിതം നൽകിയ ഞാനാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. ഫസല്ലി ലിറബ്ബിക
വൻഹറ ബലിപെരുന്നാൾ നിസ്കരിക്കുകയും ഉളഹിയത്ത് കർമ്മം നിർവഹിക്കുകയും ചെയ്യൂ നബിയേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവിടത്തെ ഓർമ്മ പുതുക്കിക്കൊണ്ട് അവിടത്തെ സ്മരണകളെ ഉറക്കിക്കൊണ്ട് ഇസ്മായിൽ നബിയെ അനുസ്മരിച്ചുകൊണ്ട് ഹജറ ബീവിയെ ഓർത്തുകൊണ്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ചെയ്ത് കാണിച്ചു തന്ന ഒരു സുന്നത്തായ കർമ്മം നാം അത് നിർവഹിക്കുന്നതിലൂടെ അല്ലാഹുവിലേക്കുള്ള നമ്മുടെ തഖ്വയാണ് അല്ലാഹു തആല നോക്കുന്നത്. അല്ലാഹുവേ, നീ നൽകിയ സമ്പത്ത് ഞങ്ങൾ ഇതാ നിന്നിലേക്ക് തന്നെ തിരിച്ചു നൽകുന്നു. നീ ആവശ്യപ്പെട്ടതുപോലെ ഞങ്ങൾ ഇതാ അനുസരിക്കുന്നു. നിനക്ക് വേണ്ടി ഞങ്ങൾ ബലികർമ്മം നിർവഹിക്കുന്നു. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മഹത്തായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്, അല്ലാഹുവിന്റെ അടുക്കലുള്ള മഹത്തായ പ്രതിഫലവും അല്ലാഹുവിന്റെ അവന്റെ കൽപ്പനയെ അനുസരിക്കലുമാണ് ഇതിലൂടെ ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്നത്. നമ്മുടെ സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹു തആല നമുക്ക് നൽകിയതെന്തും സർവസ്വവും നമ്മുടെ ജീവിതവും ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ഓരോ ദിവസം 5 തവണ ഒരു മുസ്ലിമായ മനുഷ്യൻ നിർവഹിക്കുന്ന പ്രതിജ്ഞയാണത്. എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവലോക പരിപാലകനായ അല്ലാഹുവിന് വേണ്ടിയാണെന്ന പ്രതിജ്ഞയെ പുതുക്കുകയാണ് ഉളഹിയത്തിലൂടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനാവുന്ന ഇസ്മായിൽ നബിയെയും കൂട്ടിക്കൊണ്ട് അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അറുക്കാൻ വേണ്ടി തയ്യാറാകുന്നു, സ്വയം സമർപ്പിക്കുകയാണ്. റബ്ബിന്റെ കൽപ്പന അപ്പാടെ അംഗീകരിക്കുകയാണ്. മകനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു, കാലുകൾ കെട്ടുന്നു, ശരീരത്തിൽ നിന്ന് വസ്ത്രം ഊരി മാറ്റുന്നു, ആയുധം മൂർച്ച കൂട്ടുന്നു. അല്ലാഹുവിലേക്കുള്ള സമർപ്പണമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ പരീക്ഷണത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരാടിനെ കൊടുത്തുകൊണ്ട് അതിനെ അളവ് നടത്താൻ വേണ്ടി ബലി നൽകാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹു തആലയുടെ മാർഗ്ഗത്തിൽ അല്ലാഹുവിലേക്ക് ജീവിതം സമർപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നൽകിയ ശ്രേഷ്ഠമായ പ്രതിഫലമാണ്, ഉന്നതമായ സ്ഥാനമാനങ്ങളും. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ജനങ്ങളും ഓരോ ദുൽഹിജ്ജ മാസം വരുമ്പോഴും മഹാനായ ഇബ്രാഹിം നബിയെയും ഇസ്മാഈൽ നബിയെയും അനുസ്മരിക്കുകയാണ്, ഓർക്കുകയാണ്. അവരെ സ്മരിച്ചുകൊണ്ട് ബലികർമ്മം നിർവഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ പരിശുദ്ധമായ ബലികർമ്മം നിർവഹിക്കുന്നതിലൂടെ കദാലിക സഖറലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, ഇതിനെല്ലാം കൈകാര്യം ചെയ്യാൻ, ഇതിനെല്ലാം നിയന്ത്രിക്കാനും നിങ്ങൾക്ക് സമ്പത്തും ആരോഗ്യവും അതുപോലെ തന്നെ എല്ലാം ഒരുക്കി തന്ന അല്ലാഹുവിലേക്ക് നിങ്ങൾ അനുസരിക്കുകയും അല്ലാഹുവിനെ വാഴ്ത്തുകയും ചെയ്യണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വബശ്ശിരിൽ മുഹ്സിനീൻ. ഈ ആയത്തിന്റെ അവസാനം തുടങ്ങുന്നത് ഉളുഹിയത്തിനെ കുറിച്ചാണെങ്കിൽ വബശ്ശിരിൽ മുഹ്സിനീൻ, ഗുണവാന്മാർക്ക് സന്തോഷവാർത്ത അറിയിക്കൂ നബിയേ. നിങ്ങൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട്, നിങ്ങളുടെ സമർപ്പണങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടഞ്ഞ വഴികളെ തുറന്നു തരും, നിങ്ങളുടെ തടസ്സങ്ങൾ നീക്കും, നിങ്ങളുടെ പ്രതിസന്ധികൾ മാറ്റി അല്ലാഹു അനുകൂലമായ കാലാവസ്ഥ ഒരുക്കി തരും. ബംഗാളിൽ കന്നുകാലികളെ അറുക്കരുതെന്ന് അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞപ്പോൾ മുസ്ലിമീങ്ങൾ തീരുമാനിച്ചു, എന്നാൽ ആടുകളെ മാത്രമാണ് ഞങ്ങൾ അറുക്കുന്നത്. അവിടുത്തെ ഇമാമിങ്ങൾ പറഞ്ഞു, ആടുകളെ അറുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയുള്ള അമുസ്ലിമീങ്ങളെ കൊണ്ട് തന്നെ ഗവൺമെന്റിനെതിരെ പ്രതികരിക്കുന്ന ഒരു സമുദായത്തെ, ഒരു വിഭാഗത്തെ അവിടെ കൊണ്ടുവന്നു എന്ന് നമ്മൾ കണ്ടതല്ലേ സഹോദരങ്ങളെ. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. വല്ലദീന ജാഹദൂ ഫീനാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമർപ്പിക്കാൻ ആരാണോ തയ്യാറാകുന്നത്, ലനഹ്ദിയന്നഹും സുബലനാ, അവന്റെ പ്രതിസന്ധി
പ്രതിസന്ധികൾ നാം മാറ്റിക്കൊടുക്കും. അവന്റെ ഇരുൾ മൂടിയ വഴികളിൽ വെളിച്ചം വിതറും. അവന്റെ അടഞ്ഞ വഴികൾ അല്ലാഹു തആല തുറന്നു തരും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹു തആല അനുകൂലമായ കാലാവസ്ഥയൊരുക്കും. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ പ്രവർത്തിക്കുന്നവരോടൊപ്പമാണ്, ഗുണം ചെയ്യുന്നവരോടൊപ്പമാണ്, സത്യത്തോടൊപ്പമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. പരിശുദ്ധമായ ബലികർമ്മം നിയ്യത്തോടുകൂടി വളരെ ആദരവോടുകൂടി നിർവഹിക്കേണ്ട കർമ്മമാണ്. ആരെയും കാണിക്കാനല്ല, ആരും കാണാനല്ല. നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അല്ലാഹുവാണ് പ്രതിഫലം തരാൻ ഉള്ളൂ. അതുകൊണ്ട് സുന്നത്താക്കപ്പെട്ട ഉളഹിയ്യത്ത് കർമ്മം ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്യുക.